നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. നമ്മുടെ ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു ഒരുമിച്ച് ജീവിക്കണമെന്ന്. അതിനുവേണ്ടി നമ്മൾ കുറെ കഷ്ടപ്പെടുകയും ചെയ്തു. അതിന്റെ എല്ലാ ബലം വന്ന പോലെ ഇപ്പൊ നമ്മൾ ഒരുമിച്ചതാ ഈ മുറിയിലുണ്ട്. പിന്നെ നമുക്ക് കിട്ടിയ ബോണസ് എന്താന്ന് വെച്ചാ നമ്മൾ ഒരുമിച്ചപ്പോ തന്നെ നമുക്ക് അച്ഛനമ്മ ആവാൻ പറ്റില്ലേ? ബാക്കിയുള്ളവർ അനുഭവിച്ചതിന് കയ്യും കണക്കുമില്ല. അന്നെന്റെ ബോധം പോയില്ലായിരുന്നെങ്കിൽ ഇപ്പൊ കാണായിരുന്നു. നീ ഗർഭിണിയാണെന്ന് ഡോക്ടർ പറഞ്ഞപ്പോ എല്ലാവരും ഞെട്ടി. അപ്പൊ നീയോ? ഞാൻ അതിനു മുമ്പേ ഞെട്ടി നിൽക്കുമായിരുന്നല്ലോ. എന്തിന്? നിന്റെ ബോധം പോയപ്പോ തന്നെ ഞാൻ ഞെട്ടി. അതെന്താ, നിനക്ക് ഞാൻ ഗർഭിണിയാണെന്ന് വല്ലതും തോന്നിയോ? ഹേയ്, അതുകൊണ്ടൊന്നുമല്ല. പിന്നെ നിനക്ക് ബോധം ഉണ്ടെന്ന് മനസ്സിലാക്കി ശരിക്കും ഞാൻ ഷോക്കായി. അതെന്താ? എന്നെ കളിയാക്കിയതാണല്ലേ? ഇനി അങ്ങോട്ടുള്ള നമ്മുടെ ജീവിതം എങ്ങനെ ആയിരിക്കണമെന്ന് മൊത്തത്തിൽ നമുക്ക് പ്ലാൻ ചെയ്യണം. നമുക്കൊന്നും പ്ലാൻ ചെയ്യണ്ട. ഇനി അങ്ങോട്ടുള്ള നമ്മുടെ ജീവിതത്തിനെയും സ്വപ്നങ്ങളെയും നിയന്ത്രിക്കേണ്ട ആള് ദേ ഇവിടെയുണ്ട്. ഇനി നമ്മളെ ജീവിക്കേണ്ടത് ഈ ആൾക്ക് വേണ്ടിയാ. ശരിക്കും ഇതൊരു വല്ലാത്ത ഫീലാണല്ലേ? ആരെയും പറഞ്ഞറിയിക്കാനാവാത്ത ഒരു തരം സന്തോഷവും സ്വപ്നവും ഒക്കെ ആയിട്ടുള്ളൊരു കാത്തിരിപ്പ്. എനിക്ക് തോന്നുന്നത് നമുക്ക് ഇരട്ടക്കുട്ടികളായിരിക്കുന്ന. അതെന്താ അങ്ങനെ തോന്നാൻ? എനിക്ക് തന്നോടുള്ള ഇഷ്ടം വെച്ച് ഞാനൊന്ന് കണക്കൂട്ടി നോക്കിയതാ. ഓ അങ്ങനെ, അത്രയ്ക്ക് ഇഷ്ടമാണോ എന്നെ? വയറ്റിൽ എന്റെ കുഞ്ഞിനോട് ചോദിക്കാൻ പറ്റിയൊരു ചോദ്യം. പോ സന്ദീപ്. അയ്യടാ, പെണ്ണിന് നാണം. ദേ, ഇഷ്ടാണോ അത് എത്ര ഉണ്ടെന്നൊക്കെ ചോദിച്ച് നിങ്ങൾ രണ്ടുപേരും എന്നെ വീർപ്പ് മുട്ടിക്കരുത്. രണ്ടുപേരോ? അതാരാ ഇഷ്ടമാണോ ചോദിച്ച് വീർപ്പ് മുട്ടിക്കുന്ന രണ്ടുപേര്? ഇനിയും കാട് കയറി ചിന്തിക്കണ്ട. ഒന്ന് താനും ഒന്ന് ദാ ഇയാളും. താനെന്തിനാ എന്നെ തള്ളി മാറ്റിയത്? ഞാനോ? ഞാനൊന്നും ചെയ്തില്ലല്ലോ. ചെയ്തു. ഞാൻ തല കൊണ്ട് വെച്ചപ്പോ താൻ എന്നെ തള്ളി മാറ്റിയില്ലേ? ഇല്ലാന്നേ. എന്റെ കൈ ഇവിടെ അല്ലേ ഇരിക്കുന്നെ. അത് ശരി, ഇപ്പൊ മനസ്സിലായി. എന്ത് തള്ളി മാറ്റിയതേ ആരാണെന്ന്? ആരാ? ദേ ഇയാള്. ഞാനൊരു കാര്യം പറഞ്ഞ നിനക്ക് വിഷമം തോന്നോ? ധൈര്യമായിട്ട് പറഞ്ഞോ. നീ കുറച്ച് ഓവർ അല്ലേ എന്നൊരു സംശയം. സംശയിക്കണ്ട, ഓവർ തന്നെ. അതെ, കുഞ്ഞ് ജനിക്കാൻ പോകുന്നതിനുള്ള ഒരു അച്ഛന്റെ സന്തോഷമായി കണ്ട് അമ്മ അതങ്ങ് സഹിച്ചേക്ക്. ശരി അച്ഛ. കുഞ്ഞ് ജനിച്ച ശേഷവും അമ്മയുടെ സ്നേഹമൊക്കെ ഉണ്ടാവണം കേട്ടോ. ഓ, അതുണ്ടാവും. ആദ്യം കണ്ടതും സ്നേഹിച്ചതും അമ്മയല്ലേ? ഈ അമ്മ കഴിഞ്ഞിട്ട് എനിക്കാരും മനസ്സിലായോ? ഈ പൊട്ടിച്ചിരി ഞാൻ നിർത്തി തരാടി. നീ പ്രസവിക്കുന്നതോ അമ്മയാവുന്നതോ ഒക്കെ എനിക്കൊന്ന് കാണണം. നീ പ്രസവിക്കുന്നത് പോയിട്ട് ജീവനോടെ കാണുമോ ഇല്ലയോ എന്ന് ഞാൻ തീരുമാനിക്കും. 10 മാസം പോയിട്ട് ഈ മാസം നീ ഗർഭിണിയായി തികക്കില്ലടി. ആദ്യം വയറ്റിലുള്ളതിന്, പിന്നെ നിന്നെ കൊല്ലു ഈ അനഘ. അവന്തികേ, അവന്തികേ. എന്താ അച്ഛാ?
നമ്മുടെ ഓഫീസ് ഫയലുകൾ അതൊക്കെ. ഇത് നോക്കാൻ നീ എന്നെ ഒന്ന് സഹായിക്കണം. നീ മാത്രം. ശരി അച്ഛാ. അല്ലെങ്കിൽ നീ നോക്കി വെരിഫൈ ചെയ്താൽ മതി. എനിക്ക് കാണണമെന്നൊന്നുമില്ല. കണക്കിൽ എന്തെങ്കിലും വ്യത്യാസം ഉണ്ടായാലും ചോദ്യത്തിനും പറച്ചിലിനും ഒന്നും നിൽക്കണ്ട. ആ ഫയലെല്ലാം സൈൻ ചെയ്ത് കൊടുത്തേക്ക്. കുറെ പണം ഉണ്ടാക്കി വെച്ചിട്ട് എന്താ കാര്യം? പണം കൊടുത്താൽ സമാധാനവും സന്തോഷവും കിട്ടില്ലല്ലോ. നിന്റെ കണക്കൂട്ടലുകൾ തന്നെ തെറ്റാ. ആദ്യം ആ തെറ്റിയ കണക്കൊക്കെ ഒന്ന് ശരിയാക്ക്. എന്നിട്ടാവാം കോടികളുടെ കണക്കൊക്കെ. എന്നിട്ട് പോടി. ഇതെന്താ തന്റെ കണ്ണ് നിറഞ്ഞിരിക്കുന്നേ? താൻ ആരെങ്കിലും വല്ലതും പറഞ്ഞോ? താൻ എന്താ കാര്യമെന്ന് പറയ്. താൻ നിൽക്ക്, ഞാനൊന്ന് താഴെ പോയിട്ട് വരാം. എടോ, താൻ എന്താ കാര്യമെന്ന് പറയ്. അച്ഛൻ വല്ലാണ്ട് മാറിപ്പോയി സച്ചേട്ട. ഒരു കാര്യത്തിലും എന്നെ അടുപ്പിക്കുന്നില്ല. ഇത്രയൊക്കെ ആയിട്ടും തന്നോട് മാത്രം എന്താ അച്ഛൻ ഇത്ര ദേഷ്യമെന്ന് എനിക്ക് മനസ്സിലാവാത്തെ. അച്ഛൻ എന്നോടൊന്നും മിണ്ടാതിരുന്നപ്പോ എനിക്ക് വിഷമം താങ്ങാനായില്ല. അതോ ഇനി സച്ചേട്ടൻ ചോദിക്കാനൊന്നും പോണ്ട. ചോദിച്ചാലും നമുക്ക് വിഷമം ഉണ്ടാക്കുന്ന കാര്യങ്ങളായിരിക്കും അച്ഛൻ പറയുന്നത്. ഇനി അതും കൂടി കേട്ട് വിഷമിക്കാൻ എനിക്ക് വയ്യ. എല്ലാം വരുമ്പോലെ വരട്ടെ സച്ചേട്ടാ. പക്ഷെ ഉടനെ തന്നെ എല്ലാത്തിനും ഒരു അവസാനം ഉണ്ടാവും. സച്ചേട്ടൻ നോക്കിക്കോ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.